ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പിക്കാച്ചു. സോ ടുഡേ വി ആർ ഡ്രോയിങ് പിക്കാച്ചു. ആർ യു റെഡി? പേപ്പർ, പെൻസിൽ ആൻഡ് ഇറേസർ എല്ലാം എടുത്തെങ്കിൽ ലെറ്റ്സ് ഗോ. സോ ആദ്യം രണ്ട് കേർവ്, പിക്കാച്ചുവിൻ്റെ ചബ്ബി ഫേസ് വരയ്ക്കാനായിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു കേർവ് വരച്ചിട്ട് മുകളിലും ഒരു കേർവ് വരയ്ക്കാം. അപ്പോൾ ഒരു കേർവി ഫേസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കേർവ് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ വരച്ചിട്ട് ഇറേസർ വെച്ച് മായ്ച്ചാലും മതി. പെർഫെക്റ്റ് സർക്കിൾ ആവണ്ട, ബട്ട് മേക്ക് ഇറ്റ് ചബ്ബി. ആദ്യം നമുക്ക് തല വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ, ബോഡിയിൽ വേണ്ടി ഈ സൈഡിൽ ഒരു കേർവ് വരയ്ക്കുക, അപ്പർ സൈഡിൽ ഒരു കേർവ് വരയ്ക്കുക. പെൻസിൽ ഉപയോഗിക്കുന്നെങ്കിൽ ഡോണ്ട് പ്രസ് ടു ഹാർഡ്, പിന്നെ പതുക്കെ വരച്ചാൽ മതി. പിന്നെ എന്താ ചെയ്യണം, നടുക്ക് ഇങ്ങനെ ഒരു ലൈനും ഇപ്പുറത്തൊരു ലൈനും വരയ്ക്കണം. അതാണ് നമ്മുടെ പിക്കാച്ചുവിൻ്റെ കൈ, ഹാൻഡ്സ്. സോ ലെറ്റ്സ് ആഡ് 2 ഹാൻഡ്സ്. ഹാൻഡ്സ് കഴിഞ്ഞാൽ പിക്കാച്ചുവിന് നമ്മൾ ലെഗ്സ് വരയ്ക്കണം. ലെഗ്സിന് വേണ്ടി എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സിഗ്സാഗ് ലൈൻ വരയ്ക്കുക. ഇങ്ങോട്ട് സൈഡിലോട്ട് ഞാൻ വരച്ച പോലെ നിങ്ങൾ നോക്കി വരച്ചാൽ മതി. സിഗ്സാഗ് ഇങ്ങോട്ട്. എന്നിട്ട് അത് താഴെ പതുക്കെ കണക്റ്റ് ചെയ്യണം. അപ്പോൾ അത് പിക്കാച്ചു ഇരിക്കത്തില്ലേ, ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ നമ്മളുടെ പിക്കാച്ചുവിൻ്റെ ലെഗ്സായി. വെരി ഗുഡ്, ഇപ്പം നല്ലതായിട്ട് വരുന്നുണ്ടല്ലോ. ഇനി എന്താ നെക്സ്റ്റ്, പിക്കാച്ചുവിൻ്റെ ലോങ് ഇയേഴ്സ്. അപ്പം നമ്മൾ തലയിൽ കുറച്ച് ഗ്യാപ്പ് വെച്ചില്ലേ, അവിടെ ഒരു പോയിൻറ്റി ഇയേഴ്സ് വരയ്ക്കണേ. ഇയേഴ്സ് ലോങ് ആയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വലിയതായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം. നൗ ഫോർ ദ ഐസ്, പിക്കാച്ചുവിൻ്റെ കണ്ണ്. അതിനു വേണ്ടി ബിഗ് സർക്കിൾ വരയ്ക്കുക, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. അത് കഴിഞ്ഞ് പിക്കാച്ചുവിൻ്റെ ചീക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ റെഡ് കളർ സർക്കിളുണ്ട്. അതുകൊണ്ട് ഐസിൻ്റെ താഴെ ഇപ്പുറത്തെ സൈഡിൽ ഹാഫ് സർക്കിൾ വരയ്ക്കുക. ഈ ഐസിൻ്റെ താഴെ ഇപ്പുറത്തെ സൈഡിൽ ഹാഫ് സർക്കിൾ വരയ്ക്കാം. നമുക്ക് ലേറ്റർ അത് കളർ ചെയ്യാം. ഇനി രണ്ട് ഐസിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു ഡോട്ട് കൊടുക്കുക. അതാണ് നോസ്. ആൻഡ് ആ മൗത്തിൻ്റെ അടിയിൽ കുഞ്ഞ് W ആൽഫബറ്റ്, അത് വരയ്ക്കാം. അത് പിക്കാച്ചുവിൻ്റെ മൗത്തായി. ഐസിൻ്റെ അകത്തൊരു കുഞ്ഞു സർക്കിളും കൂടെ വരയ്ക്കണേ, രണ്ട് ഐസിൽ. അപ്പോൾ പിക്കാച്ചു ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്ന പോലെ ആകും. എന്നിട്ട് ഇയേഴ്സിൽ 2 ലൈൻ വരയ്ക്കാം. ബിക്കോസ് പിക്കാച്ചുവിൻ്റെ ഇയേഴ്സിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണും. അപ്പം നമ്മളുടെ പിക്കാച്ചുവിൻ്റെ ഡ്രോയിങ് ആവാറേ. പക്ഷേ പിക്കാച്ചുവിൻ്റെ മെയിൻ ഐറ്റം മറക്കല്ലേ. യെസ്, ദാറ്റ്സ് റൈറ്റ്, ലൈറ്റ്നിങ് ടെയിൽ ഓഫ് പിക്കാച്ചു. അപ്പോൾ ടെയിലിന് വേണ്ടി സിഗ് ഹൂഷ് ഒരു ലൈൻ, സൂഷ് ഇങ്ങോട്ട് ലൈൻ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സൂഷ് ലൈൻ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മതി, ഞാൻ വരച്ച പോലെ. ഇവിടോട്ടൊരു ലൈൻ. എൻ്റെ കൂടെ പതുക്കെ വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് സൂഷ്, നെക്സ്റ്റ് സൂഷ്. അല്ല, സ്ട്രെയിറ്റ് ആവാൻ നോക്കണ്ട, സ്ട്രെയിറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങോട്ട് സൂഷ്, അടുത്ത സൂഷ്. അങ്ങനെ സിഗ്സാഗ്. നമ്മുടെ പിക്കാച്ചുവിൻ്റെ ബിഗ് thunder type tail is ready. Now what's left for our Pikachu? Do you know what's left for Pikachu? Yes, some colors. So ഞാൻ ഇന്ന് യെല്ലോ പേപ്പറിലാണ് വരച്ചത്. ബട്ട് നിങ്ങൾ വൈറ്റ് പേപ്പറിലാണ് വരച്ചെങ്കിൽ come on, do color it yellow. സോ യെല്ലോ കളർ പിക്കാച്ചുവിൻ്റെ ഫുൾ കൊടുത്തു കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീക്സിൽ റെഡ് കൊടുക്കാം, ടെയിലിൽ കുറച്ച് ഓറഞ്ച് കൊടുക്കാം, പിന്നെ ഇയേഴ്സിലും ഐസിലും ബ്ലാക്ക് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. പിക്കാച്ചു ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് കളർ അടിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് പതുക്കെ ഈ പിക്കാച്ചുവിനെ കളർ ചെയ്യുക. യെല്ലോ കളർ ആൻഡ് റെഡ് ആൻഡ് ബ്ലാക്ക്. ഞാൻ കുറച്ച് ഗ്രീനൊക്കെ ഇങ്ങനെ കൊടുക്കുക, പിക്കാച്ചു ഗ്രാസിലിരിക്കുന്ന പോലെ. നിങ്ങൾക്കും നിങ്ങളുടെ പിക്കാച്ചുവിനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. സോ അപ്പം നമ്മളുടെ പിക്കാച്ചു എങ്ങനെയുണ്ട്? നിങ്ങളുടെ പിക്കാച്ചു വരച്ച് കഴിഞ്ഞോ? നിങ്ങൾ സൂപ്പറാണോ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ പിക്കാച്ചു? സൂപ്പറായിട്ടുണ്ടോ?
ഇത് ഞാൻ നേരത്തെ വരച്ച ലയൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലയൺ വീഡിയോ കണ്ടിട്ട് ഈ ലയണും വരയ്ക്കാം. എങ്ങനെയുണ്ട് പിക്കാച്ചു? സൂപ്പർ ആണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.